الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിക്കണമെന്ന്, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും
നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റയുടെ 19-ാം വർഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം റോമൻ സൈന്യത്തെ നേരിടാൻ ഒരു പട്ടാളത്തെ, ഒരു സൈന്യത്തെ അയക്കുകയുണ്ടായി. അതിൽ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. യുദ്ധത്തിനിടെ 300 പേർ റോമൻ സൈന്യത്തിന്റെ പിടിയിലായി. മുസ്ലിം സൈന്യത്തിന്റെയും മുസ്ലിം സൈനികരുടെയും ഒക്കെ ധീരതയും സ്വഭാവഗരിമയും ആദർശ പ്രതിബദ്ധതയുമൊക്കെ അതിനിടക്ക് തന്നെ ലോകത്തെല്ലായിടത്തും വളരെ പ്രസിദ്ധമായിരുന്നു. അതറിഞ്ഞതുകൊണ്ട് എന്ന വണ്ണം റോമൻ ചക്രവർത്തി കൈസർ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഒരാളെ, പിടികൂടപ്പെട്ടവരിൽ നിന്നൊരാളെ തന്റെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടത് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവാണ്. ഇദ്ദേഹം പ്രവാചകന്റെ സഹാബി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം കുറെ മുന്നോട്ടു പോയ ഒരു സന്ദർഭത്തിൽ സഹാബികളിൽ നല്ലൊരളവിൽ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. ബാക്കിയുണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം സഹവസിച്ച് ജീവിച്ചവർ, സഹാബികൾ എന്ന പദവിയുള്ളവർ കുറവായിരുന്നു. റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ പ്രവാചകന്റെ കൂടെ ജീവിക്കുകയും സഹവസിക്കുകയും ചെയ്ത പദവിയുള്ളയാൾ എന്ന പേരിൽ കൂടിയാണ് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ഹാജരാക്കപ്പെട്ടത്. ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കൊണ്ടുവരപ്പെട്ട അബൂ ഹുദാഫയോട് ഒരു ദിവാശിയുടെ സഹായത്തോടുകൂടി കൈസർ സംസാരിച്ചു തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരത്തിലുടനീളം ഇസ്ലാമിനോടുള്ള വെറുപ്പും പുച്ഛവും വിരോധവുമൊക്കെ പ്രകടമായിരുന്നു. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഹുദാഫയോട് ക്രിസ്തുമതം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ വെറുതെ വിടാം എന്നതാണ് വാഗ്ദാനം. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ വളരെ വേഗത്തിൽ തന്നെ അതിനേക്കാൾ മരണമാണ് എനിക്കിഷ്ടം എന്ന് പ്രതികരിച്ചു. അങ്ങനെ ആള് ചില്ലറക്കാരനല്ല, വഴങ്ങുകയില്ല, ധീരനാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ റോമൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചാൽ ഭരണത്തിൽ പങ്കാളിയാക്കാം എന്ന് വാഗ്ദാനം നൽകി. അബ്ദുല്ലാഹി ബിൻ ഹുദാഫ ആ പ്രലോഭനത്തോട്, ആ വാഗ്ദാനത്തോട് തിരിച്ചു മറുപടി പറഞ്ഞു, താങ്കൾക്ക് അധികാരമുള്ള മുഴുവൻ സാമ്രാജ്യവും അതോടൊപ്പം അറബികളുടെ കൈവശമുള്ള മുഴുവൻ അധികാര പ്രദേശങ്ങളും മേഖലകളും കൂടി
ഏൽപ്പിച്ചു തന്നാൽ പോലും ഒരു നിമിഷത്തേക്ക് പോലും എന്റെ വിശ്വാസം കൈവിടാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. പ്രലോഭനങ്ങൾ കൊണ്ട് വഴങ്ങുകയില്ല, വാഗ്ദാനങ്ങൾ നൽകി നിലപാടുകളിൽ നിന്ന് പിന്മാറ്റം സാധ്യമാവുകയില്ല എന്ന് ബോധ്യമായപ്പോൾ പ്രകോപനത്തിന്റെ ശൈലി സ്വീകരിച്ചു റോമൻ ചക്രവർത്തി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയെ കുരിശിലേറ്റാൻ കൽപ്പിക്കുകയും അമ്പെയ്ത്തുകാരോട് അദ്ദേഹത്തെ ഭയപ്പെടുത്തും വിധം അദ്ദേഹത്തിന്റെ ചുറ്റും അമ്പുകളെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിചാരകന്മാർ അപ്പണി ചെയ്തു. കുരിശിൽ ഏറ്റി നിർത്തപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദൈഫയുടെ ഇരുവശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലേക്കും അവർ അമ്പുകളെയ്തു. അതുകൊണ്ടൊന്നും ഒരു കുലുക്കവുമില്ല എന്നറിഞ്ഞപ്പോൾ താഴെ ഇറക്കിയതിനു ശേഷം വഴങ്ങുന്നില്ലെങ്കിൽ താങ്കളെ വധിച്ചു കളയും എന്ന് കൈസർ ചക്രവർത്തി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയോട് നേരിട്ട് പറഞ്ഞു. താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ എന്റെ വിശ്വാസം ഞാൻ കൈവടിയുകയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയും ഉറച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് അന്നത്തെ ഒരു പതിവ് ശിക്ഷാരീതിയായിരുന്ന വലിയ ഒരു ചെമ്പുപാത്രത്തിൽ വെള്ളമോ എണ്ണയോ ഒക്കെ തിളപ്പിച്ചതിന് ശേഷം അതിൽ എറിഞ്ഞു നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ബോധ്യം വരാനായി തടവുകാരായി പിടിക്കപ്പെട്ട 1-2 പേരെ അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് അങ്ങനെ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ എണ്ണയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയുകയും ചെയ്തു. ഇത് കണ്ടിട്ടും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫക്ക് പ്രത്യേകിച്ച് കുലുക്കവുമൊന്നുമില്ല. ഒടുവിൽ അദ്ദേഹത്തെയും ആ ചെമ്പുപാത്രത്തിലേക്ക് എറിയാൻ വേണ്ടിയുള്ള കൽപ്പനയുണ്ടായി. ഈ കൽപ്പന വന്നതോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖമൊന്ന് വാടി. അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രയാസം പ്രകടമാകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചു. പരിചാരകർ ചക്രവർത്തിയോട് വിവരം പറഞ്ഞു. ആൾക്ക് മനംമാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു, അയാൾക്ക് ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ഭയം അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുന്നു. ചക്രവർത്തി ആളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് എന്താ, ക്രിസ്തുമതത്തിൽ ചേരാൻ സന്നദ്ധമാണോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. പിന്നെന്താണ് ഒരു വിഷമം, പിന്നെന്തിനാണ് കരഞ്ഞത് എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പറഞ്ഞത്, ഞാൻ ഈ തിളച്ച വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ എണ്ണയിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ് എന്നതിനെ കുറിച്ച് ഓർത്തു. അതോടുകൂടി എന്റെ ആദർശത്തിന് വേണ്ടി ദൈവമാർഗത്തിൽ ജീവൻ ബലിയർപ്പിക്കാനുള്ള, ജീവത്യാഗം വരിക്കാനുള്ള എന്റെ അവസരം ഇതോടുകൂടി തീർന്നു പോവുകയാണല്ലോ എന്നോർത്തിട്ട് എനിക്ക് സങ്കടം വന്നു. എനിക്കൊരായിരം ആത്മാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെയും ഇவ்விதം ദൈവമാർഗത്തിൽ ആഹുതി ചെയ്യപ്പെടണമേ എന്നതാണ് എന്റെ ആഗ്രഹം. അതിനവസരമില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തി. ഇയാളെ ഒരു നടക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ റോമൻ ചക്രവർത്തി ഒടുവിൽ, എന്റെ ശിരസിൽ ആദരപൂർവം താങ്കൾ ഒന്ന് ചുംബിക്കാമോ, എങ്കിൽ താങ്കളെ ഞാൻ വെറുതെ വിടാം എന്നായി. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത്, എന്റെ കൂടെ പിടികൂടപ്പെട്ട മറ്റു തടവുകാരെയും മോചിപ്പിക്കാമോ എന്നായി. അപ്പൊ റോമൻ ചക്രവർത്തി, അതെ, അവരെയും വെറുതെ വിടാം എന്നായി. അബൂ ഹുദാഫ ആത്മഗതം പോലെ
ഒരു ശത്രുവിന്റെ ശിരസിൽ ചുംബനമർപ്പിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ലെന്നറിയാം. പക്ഷേ ഞാൻ എന്റെ സഹതടവുകാർക്ക് വേണ്ടി അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ ചക്രവർത്തിയുടെ ശിരസിൽ ചുംബിക്കുകയും 300ഓളം വരുന്ന സഹതടവുകാരെ മോചിപ്പിച്ച് മദീനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു ഹുദാഫയും 300ഓളം വരുന്ന മുസ്ലിങ്ങളും മദീനയിലെത്തി. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർ സ്വീകരിക്കപ്പെട്ടു. ഉണ്ടായ കഥകളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിവരിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് ഇന്ന് എല്ലാ മുസ്ലിമും അഥവാ മുസ്ലിം ഉമ്മത്തിലെ ഓരോ അംഗവും അബൂ ഹുദൈഫയുടെ ശിരസിൽ ചുംബിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ ആദ്യം അത് ചെയ്യാം എന്ന് പറഞ്ഞ് എണീറ്റ് ഖലീഫ ഉമർ അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ ശിരസിൽ ചുംബിക്കുകയും അതിനെ തുടർന്ന് മുസ്ലിങ്ങളിൽ ഓരോരുത്തരും അബ്ദുല്ലാഹിബ്നു ഹുദൈഫയെ ആദരപൂർവം ചുംബിച്ച് ഉമ്മ വെച്ച് സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കാലം എത്ര പരുഷമാകുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോവുകയും ചെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെയും ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ആശ്വാസം പോലെ, സാന്ത്വനം പോലെ ചില അനുഭവ കഥകൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. അത്തരം സംഭവങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും ആ മാർഗത്തിൽ നമുക്കാവശ്യമായ ഉത്തേജനം സ്വീകരിക്കാനും ഒക്കെ അത് കാരണമാകും. അങ്ങനെയുള്ള കഥകളിൽ, മദീനയുടെ ഏടുകളിൽ നിന്നുള്ള കഥകളിൽ പ്രത്യേകിച്ചും അത്തരം കഥകൾ വളരെ വശ്യമായി നമ്മുടെ മുമ്പിലേക്ക് മലയാളത്തിൽ പരാവർത്തനം ചെയ്യപ്പെട്ട ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് മദീനയുടെ ഏടുകളിൽ നിന്ന് എന്ന പേരിൽ മർഹൂം VK ജലീൽ സാഹിബ് എഴുതിയിട്ടുള്ള പുസ്തകം. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ വളരെ വശ്യമായ മനോഹരമായ ആ സംഭാവനയെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സംഭവ കഥയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസപരമായി നിലപാടുണ്ടാവുക, കർമ്മപരമായി നിലപാടുണ്ടാവുക, സ്വഭാവപരമായി, ധാർമ്മികമായി, സദാചാരപരമായി, സാംസ്കാരികമായി ഒക്കെ നിലപാടുകളുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ആ നിലപാടുകളിൽ അടിസ്ഥാനപരമായ നിലപാടുകളെ ഒരു കാരണവശാലും കൈവിടാതിരിക്കുക, കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വഴി നൽകുന്ന സന്ദേശമനുസരിച്ച് പ്രവാചകന്മാർ വിശ്വാസത്തിന് ശേഷം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട മൂല്യം അതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വിശ്വസിക്കുക, സുമ്മസ്തഖിം, അതിനുശേഷം പിന്നീട് ഉറച്ചു നിൽക്കുക, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ആ നിലപാടുകളിൽ എന്തൊക്കെ പ്രകോപനങ്ങളുണ്ടായാലും, എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും നിലപാടുകൾ പ്രധാനമാണ്. വിശ്വാസപരമായ നിലപാടുകൾ, ധാർമ്മികമായ നിലപാടുകൾ, സദാചാരപരമായ നിലപാടുകൾ, മൂല്യങ്ങൾ, അതൊക്കെയാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതേസമയത്ത് ഭൗതിക താല്പര്യങ്ങളല്ല, കേവലം സ്വാർത്ഥമായ താല്പര്യങ്ങളല്ല, സമ്പത്തിനോടോ ഭൗതികമായ സുഖസൗകര്യങ്ങളോടോ അധികാരത്തോടോ ഉള്ള കൊതിയല്ല പ്രധാനം, മറിച്ച് നിലപാടുകളാണ് പ്രധാനം എന്ന് ഒരു വിശ്വാസിക്ക് ഉറച്ച ബോധ്യമുണ്ടാകേണ്ടതാണ്. ആ വിശ്വാസപരവും കർമ്മപരവും ധാർമ്മികവുമായ നിലപാടുകളെ ഏത് ഭീഷണിക്ക് മുൻപിലും വഴങ്ങാതെ അതിന് മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഉദാത്തമായ ഒരു മൂല്യമാണ്.
പ്രകോപനങ്ങൾ കൊണ്ട്, ഭീഷണി കൊണ്ട് വഴങ്ങാത്തവരെ അതിനേക്കാൾ തന്ത്രപരമായി വീഴ്ത്താൻ പൈശാചിക ശക്തികൾ സ്വീകരിക്കുന്ന മാർഗം പ്രലോഭനത്തിന്റേതായിരിക്കും എന്നത് മനുഷ്യാരംഭം മുതൽ ഉള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ശത്രുവായിട്ട് ആക്രമണോദ്ദേശത്തോടുകൂടി ഒരാക്രമണ ശൈലിയിൽ ആയിരിക്കുകയില്ല കടന്നു വരികയെന്നും പലപ്പോഴും നമ്മെ കൊതിപ്പിക്കുന്ന, നമ്മെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന കെണികളിലൂടെയായിരിക്കും, പ്രലോഭനങ്ങളിലൂടെയായിരിക്കും പലപ്പോഴും ശത്രു കടന്നു വരിക. പ്രത്യേകിച്ചും പൈശാചിക കെണികൾ അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നതും മനുഷ്യ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പകർന്നു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അതുകൊണ്ട് നിലപാടുണ്ടാവുക. ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ, ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും, ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ സാഹചര്യത്തിലും അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലപാടുകളാണ് പ്രധാനം എന്ന് ബോധ്യമുണ്ടാകാൻ ഇച്ഛാശക്തിയുള്ള, ആർജവമുള്ള, യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള എല്ലാവർക്കും കഴിയണം. അതിനപ്പുറത്തുള്ള വ്യക്തിപരമായ, സ്വകാര്യമായ, കുടുംബപരമായ ഒക്കെയുള്ള താല്പര്യങ്ങൾ, ഭൗതികമായ, സാമ്പത്തികമായ താല്പര്യങ്ങൾ, അധികാരപരമായ താല്പര്യങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് നിലപാടുകളാണ്, മൂല്യങ്ങളാണ്, ധാർമ്മികതയാണ്, വിശ്വാസമാണ്, കർമ്മപരമായ അടിസ്ഥാന നിലപാടുകളാണ് പ്രധാനം. അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള, അതിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കള്ളത്തരത്തിനും ഒരു വ്യാജങ്ങൾക്കും മുഖം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു നൽകുന്ന പാഠം അതാണ്. അടിസ്ഥാനപരമായ വിശ്വാസമടക്കമുള്ള നിലപാടുകളിൽ എന്ത് തന്നെ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. അതേസമയത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്ക് പകർന്നു നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, അതേസമയത്ത് നയപരമായ നിലപാടുകളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതും സാമൂഹികമായ താല്പര്യത്തിന്റെ പുറത്ത്, വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്തല്ല, സ്വാർത്ഥപരമായ താല്പര്യങ്ങളുടെ പുറത്തല്ല, അധികാരക്കൊയ്തിയുടെയോ ഭൗതികമായ സാമ്പത്തികമോ അല്ലാത്തതോ ആയ നേട്ടങ്ങളെ കൊതിച്ചോ അല്ല, ഒരു സമൂഹത്തിന്റെ ഉന്നതിയും ഒരു സമൂഹത്തിന്റെ സുരക്ഷയും ഒരു സമൂഹത്തിന്റെ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ടുള്ള നയപരമായ സ്റ്റെപ്പുകൾ, വിട്ടുവീഴ്ചകൾ ചിലപ്പോൾ ഒരു വ്യക്തിക്കും ഒരു കക്ഷിക്കും ഒരു പാർട്ടിക്കും ഒക്കെ ചെയ്യേണ്ടി വരും. അത് ആ സ്പിരിറ്റിൽ വലിയ ഒരു സാമൂഹിക ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നീക്കുപോക്കുകളായിരിക്കും. അത് നമ്മുടെ അടിസ്ഥാനപരമായ നിലപാടുകളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ അതിനെ ബലി കൊടുത്തുകൊണ്ടോ ഉള്ളതായിരിക്കുകയില്ല എന്ന ബോധം പ്രത്യേകിച്ചും രാഷ്ട്രീയ മേഖലകളിൽ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, നയങ്ങൾ സ്വീകരിക്കുമ്പോൾ, അതിൽ നീക്കുപോക്കുകൾ നടത്തുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവേണ്ടുന്ന ധാരണയാണ്. അതുകൊണ്ട് വിശ്വാസപരമായി നമുക്ക് ചില ബാധ്യതകളും നിലപാടുകളും ഉണ്ട്. കർമ്മപരമായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളും ബാധ്യതകളും ഉണ്ട്. സദാചാരപരമായും ധാർമ്മികമായും ഒരു കാലത്തും മാറ്റമില്ലാത്ത ഉറച്ച കാൽവെപ്പുകൾ, നിലപാടുകൾ നമുക്കുണ്ട്. അതിനെയൊന്നും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാതിരിക്കാനുള്ള, കളഞ്ഞുകുളിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം. അതിനാവശ്യമായ ഊർജം ഏത് സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അങ്ങനെ നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ നിലപാടുകളെ ബലി കൊടുക്കാതിരിക്കാനുള്ള ഊർജം, നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യസന്ധമായി സ്വന്തത്തെ ബോധ്യപ്പെടുത്തി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അമാനത്തിനെ, വിശ്വസ്തതയെ കാത്തു സൂക്ഷിച്ച് ലോകത്ത് നീതിയുടെ നിർവഹണത്തിന് വേണ്ടി, മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി ഒക്കെ നിലപാടെടുക്കാനുള്ള നമ്മുടെ ബാധ്യതയെ, ദീനീയായ ബാധ്യതയെ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടുന്ന സന്ദർഭമാണിത് എന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് സവിശേഷമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ, സ്വകാര്യമായ, സ്വാർത്ഥപരമായ, ഭൗതികമായ താല്പര്യങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ,
ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കാൻ, വ്യാജങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ, സത്യത്തെയും നീതിയെയും വിശ്വാസപരമായ മൂല്യങ്ങളെയും മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ ഉള്ള കരുത്ത്, അതിനുള്ള വിവേകം, അതിനുള്ള മാർഗദർശനം ഒക്കെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. ومتعنا اللهم بأسماعنا وأبصارنا وقواتنا أبدا ما أحييتنا، واجعلها الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا إلى النار مصيرنا، واجعل الجنة هي دارنا وقرارنا. اللهم لا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تسلط علينا من لا يخافك ولا يرحمنا. اللهم أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين، وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم صل على محمد، يا رب صل عليه وسلم. الله أكبر الله أكبر. أشهد أن لا إله إلا الله وأن محمدا رسول الله.